ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നല്ലൊരു ബ്രെഡ് ബിസ്കോഫ് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. പറയുമ്പോൾ പേരൊക്കെ ഇത്തിരി ഗുമ്മുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റി ആട്ടോ. നിങ്ങൾക്ക് ശരിക്കും ചോക്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ആ ചോക്ലേറ്റിനെയും ബിസ്കോഫിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ആ സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടെ ചേരുമ്പോൾ ഭയങ്കര രുചിയല്ലേ. അതും എല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് രുചിയാട്ടോ. വലിയ ടൈമും ഇല്ല, ഒരുപാട് ക്യാഷ് ചിലവുമില്ല. നമുക്ക് നന്നായിട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ തന്നെ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. സൂപ്പറാട്ടോ. ഒന്ന് കഴിച്ച് നമുക്ക് ഇങ്ങനെ വായിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ മെൽറ്റായിപ്പോവും. അപ്പോൾ ഇതാ നല്ലപോലെ ഇങ്ങനത്തെ ഒരു ട്രേ എടുക്കുക. എന്ത് വേണേലും എടുക്കാം കേട്ടോ. റൗണ്ട് വേണേൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാത്രം എടുത്തേക്കണേ. പിന്നെ നമുക്ക് വേണ്ട ബ്രെഡാട്ടോ. ഞാനിപ്പോൾ മിൽക്ക് ബ്രെഡ് എടുത്തേക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതിതാ ഈ പാത്രത്തിലോട്ട് ലെയറായിട്ട് ബ്രെഡ് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണേ. ഈ ബ്രെഡിൻ്റെ ഈ എന്താ പറയുക ബ്രൗൺ കളറുള്ള ഷേപ്പില്ലേ, അതൊക്കെ കട്ട് ചെയ്ത് വേണേൽ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ സാധാരണ അതൊന്നും കട്ട് ചെയ്ത് വെറുതെ വേസ്റ്റാക്കി കളയാറില്ല. ഞാനപ്പോൾ അതുകൂടെ വെച്ചു. നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ബ്രെഡ്. അതിനുശേഷം കുറച്ച് പാലാണ് എടുത്തേക്കണേ. അതിലേക്ക് കോഫി പൗഡറില്ലേ, ഏത് വേണേലും കോഫി പൗഡർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേ ഒരു കോഫി പൗഡർ എടുത്തേക്കണേ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിന് വേണ്ടി പുതിയ ഐറ്റം പോയി മേടിക്കണമെന്നൊന്നുമില്ല. കയ്യിലുള്ളതൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാം ചേർത്ത് വരുമ്പോൾ വല്ലാത്തൊരു നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുമെന്നേ ഉള്ളേ. അതങ്ങനെ അങ്ങ് മൊത്തം ബ്രെഡിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതില്ല, വേറൊരു ബിസ്ക്കറ്റാണോ ഉള്ളതെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ടേസ്റ്റുള്ള ഓറിയോ അങ്ങനെ എന്തെങ്കിലും ഇത്തിരി ടേസ്റ്റ് ഉള്ളത് വേണേ. ഈ ബിസ്കോഫ് നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റല്ലേ, അതുകൊണ്ട് ഞാനത് എടുത്തത്. പിന്നെ ഇതാ ഒരു പാൻ വെച്ച് കോൺഫ്ലവർ പൊടി എടുക്കണേ. നല്ല കോൺഫ്ലവറിൻ്റെ പൊടി നോക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു സ്പൂൺ ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് അളവ് ചേഞ്ച് ചെയ്യണേ. പിന്നെ ഇതാ കൊക്കോ പൗഡർ കേട്ടോ. അതും ഇതാ ഈ ഒരു കമ്പനിയുടെ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളത് ഏത് വേണേലും യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള മധുരം, അത് ബ്രൗൺ ഷുഗർ വേണേൽ അത് ഉപയോഗിക്കാം, വൈറ്റ് ഷുഗർ വേണേൽ വൈറ്റ് ഷുഗർ ഉപയോഗിക്കാം. അപ്പോൾ ഇതാ മധുരത്തിന് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ അതിലോട്ട് ഒരു ലേശം കോഫി പൗഡർ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് കോഫി പൗഡറും കൂടി ഇടുമ്പോൾ. ഇനി നിങ്ങൾക്ക് കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റാണ്. ഇത് മാത്രം ഒരു ലേശം വില കൂടുതലുള്ള സാധനം കേട്ടോ. ഇതിനി സ്കിപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് പകരം വേണേൽ ഡയറി മിൽക്കൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കിട്ടിയില്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇത്തിരി വില കൂടുതലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഏക്കലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് തന്നെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതാ ഇത്രയും ഐറ്റംസാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തേക്കണേ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യമേ തന്നെ ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ, എന്നാലേ കട്ടയില്ലാതെ നമുക്ക് അടി പിടിക്കാതെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒഴിച്ചു കൊടുക്കുന്ന പാലാണ്. ഡയറക്റ്റ് പശുവും പാൽ ഒഴിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കുപ്പി പാൽ കിട്ടുന്നുണ്ട്, പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ കട്ടയെല്ലാം ഉടച്ചിട്ടാണ് നമ്മൾ തീ ഓൺ ചെയ്യുന്നത്. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കോൺഫ്ലവർ ഇട്ടേക്കുന്നത് കൊണ്ട് കുറുകി വരും, നല്ല കുറുക്കി എടുക്കണം. അപ്പോൾ തീ കൂട്ടി വെക്കാതെ പ്രത്യേകം സൂക്ഷിക്കണം, അടിയിലൊക്കെ പിടിക്കും കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാതെ വരും. തീ കുറച്ച് വെച്ച് കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കി ഇതാ നല്ല കുറുക്കി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഒന്ന് ഒരുവിധം ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബട്ടറാട്ടോ. ഇത്രയും ബട്ടർ ഇടണ്ട, കുറച്ച് ബട്ടർ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് വേറൊരു കാര്യത്തിനും കൂടി എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. അതുകൊണ്ടാണേ, പിള്ളേർ ചുമ്മാ ബട്ടർ കഴിക്കും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി എടുത്ത് വെച്ചതുകൊണ്ട് അത്രയും ബട്ടർ ഇതാ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല ഒരു ഗ്ലേസിങ് നല്ലൊരു ടേസ്റ്റും ഒക്കെ കൊടുക്കും ബട്ടർ കേട്ടോ. എന്നിട്ട് ഇതാ വീണ്ടും ഇളക്കി ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലായി വരും. നല്ല കളറല്ലേ. ഇതിങ്ങനെ തന്നെ തണുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറുകി ഇതാ ഈ ഒരു പരുവത്തിലായിട്ട് വരണം. ഇതുണ്ട്, അടിയിലൊന്നും പിടിക്കാതെ നല്ല പോലെ ചെറിയ തീ വെച്ച് ഇളക്കിയതുകൊണ്ട് കിട്ടി. എന്നിട്ട് ഇതിന് ചൂടോടെ തന്നെ ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടാറിയാൽ വീണ്ടും കട്ടയായി പോവും, കട്ടയിലും ഒന്ന് തിക്കാവും. അപ്പോൾ ഈ ചൂടോടെ തന്നെ ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുത്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നല്ലപോലെ തണുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ വിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിൽ നല്ല പോലെ പൊടിച്ചിട്ട് ഇത് ആറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനേ.
എന്നിട്ട് ഈ വിസ്കോഫിൻ്റെ മണ്ടയിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് പൗഡർ അരിപ്പയിലൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കുട്ടിപ്പട്ടാളം അടുക്കി വെച്ചേക്കുന്ന കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ അടുക്കാനൊക്കെ. നല്ല ഭംഗിയില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റും ആട്ടോ. അപ്പോൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.